ഹരിയാനയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെജെപിയിൽ ഭിന്നത. മനോഹർലാൽ ഖട്ടറുമായി കൂടിക്കാഴ്ച നടത്തി 3 MLA-മാർ. ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് പലയിടത്തും വേനൽ മഴ. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. അപകട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. കൊച്ചിയിൽ വാഹനാപകടത്തിൽ 2 മരണം. ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത്. പാലാരിവട്ടം ചക്കരപ്പറമ്പിലായിരുന്നു വാഹനാപകടം. ബൈക്ക് KSRTC ബസ്സുകൾക്കിടയിൽ പെടുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായി. ഇന്ന് പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ 2 ബൈക്ക് യാത്രക്കാരാണ് മരണമടഞ്ഞത്. ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ബസ്സുകൾ നീക്കം ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ്. മണിക്കൂറുകൾ ഗതാഗത സ്തംഭനമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 6:30 അപകടമുണ്ടായത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗരുഡ സ്കാനിയ ബസ് ഇവിടെ നിർത്തിയിട്ടിരുന്ന സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരുന്ന KSRTCയുടെ തന്നെ ഓർഡിനറി ബസ്സുമായിട്ട് ഇടിക്കുകയായിരുന്നു. ഇതിനിടയിൽപ്പെട്ടാണ് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചത്. തൽക്ഷണം അവർ ഇവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഇതിൽ ഇവിടെ KSRTC ബസ് നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിനെ മറികടന്നുകൊണ്ട് പോകുവാൻ സ്കാനിയ ബസ് ശ്രമിക്കുന്നു. പക്ഷേ അവരൊരു വേഗ നിയന്ത്രണം തെറ്റി ബ്രേക്ക് അമർത്തിയെങ്കിലും അവർക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നാണോ സമയത്ത്? എന്താ സംഭവിച്ചത് കണ്ടിരുന്നോ? ചവിട്ടിയിട്ട് കിട്ടാനാണ് ബസ്. 2ന്റെ നടുക്ക് ആളുണ്ടായിരുന്നു ബസ്സിൻ്റെ. അങ്ങനെ ഇപ്പോൾ ഫ്രണ്ടിലൊരു KSRTC ഉണ്ടായി. ആ ബസ് ഒതുക്കുന്ന സമയത്ത് ഈ ബൈക്കുകാർ 2 പേരും ഇടയിൽപ്പെട്ടതാണ്. അപ്പോൾ തന്നെ മരണപ്പെട്ടായിരുന്നു ഇടിച്ചപ്പോൾ തന്നെ. ബസ്സിലുള്ളവർ ദേഹാസ്വസ്ഥമല്ല, അവർ ആശുപത്രിയിലാക്കിയല്ലേ? അതിനെക്കുറിച്ച് അറിയില്ല. ബസ്സിലുള്ളവർ അപ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയായിരുന്നു. ആളുകളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാവരും വന്നു. ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷിയുടെ ഒരു വിവരണമാണ് നമ്മൾ കേട്ടത്. ഇതിൽ വലിയ നടുക്കമാണ് ഈ അപകടം എല്ലാവരിലും തന്നെ ഉണ്ടാക്കുന്നത്. കാരണം ദേശീയപാതയിൽ ഇന്ന് രാവിലെ തൃശ്ശൂരും ഒരു അപകടമുണ്ടായിരുന്നതിന് ശേഷം തുടർച്ചയായി ഇടപ്പള്ളിയിലും രാവിലെ മഴയുണ്ടായിരുന്നു. ഈ മഴ കാരണമായിരിക്കാം ബസ് ബ്രേക്ക് അമർത്തിയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. പക്ഷേ ബ്രേക്ക് അമർത്തിയിട്ട് അത് നിർത്താനായിട്ട് സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഓർഡിനറി ബസ്സിൽ അത് ഇടിക്കുകയും അതിനിടയിൽപ്പെട്ടായിരുന്ന ഈ യുവാക്കൾക്ക് ദാരുണമായ അന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നത്. 2 പേരും തൽക്ഷണം മരിച്ചു എന്ന് തന്നെയാണ് അറിയുന്നത്. 2 പേരും മൃതദേഹങ്ങൾ സമീപത്തുള്ള ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം ദേശീയപാതയിൽ ഈ ഭാഗത്തുണ്ടായിരുന്നു. പിന്നീട് പോലീസ്, നാട്ടുകാർ എല്ലാവരും തന്നെ എത്തി ഇതിൽ നിന്ന് ആളുകളെ അടക്കം പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയതിനു ശേഷം ബസ് നീക്കം ചെയ്യുവാനുള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അപകടം രാവിലെ ഉണ്ടായിരുന്ന ഈ അപകടം വല്ലാത്ത രീതിയിൽ തന്നെ ആളുകളിൽ ആഘാതം സൃഷ്ടിച്ചു. ബസ് യാത്രക്കാർക്ക് തന്നെ വലിയ രീതിയിലുള്ള മാനസികാഘാതം സൃഷ്ടിച്ചിരുന്നു. അവരെ ഏതാണ്ട് 7 പേരോളം പേരെ ഇവിടെ അടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗത ക്രമീകരണങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഒരുക്കി ബസ്സുകൾ മറ്റ് വാഹനങ്ങൾ കടത്തിവിടുന്നൊരു അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ പുലർച്ചെ 6:30 ഇവിടെ എടപ്പള്ളി ഭാഗത്ത് വെച്ച് അപകടം സംഭവിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. തൃശൂരിലും അപകടമുണ്ടായി. ഇന്ന് കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് 15ലധികം പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളം വഴി കൊട്ടാരക്കരയിലേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർമാരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം തകർന്നു. ടിപ്പർ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ശക്തമായ മഴയെ തുടർന്ന് KSRTC ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം അവസാനിച്ചെങ്കിലും സർവീസുകൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ 1 ദിവസം കൂടിയെടുക്കും. കണ്ണൂരിൽ നിന്നുള്ള 5 സർവീസുകളും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 1 സർവീസും റദ്ദാക്കി. എന്നാൽ കരിപ്പൂരിൽ നിന്നുള്ള ദമാം, മസ്കറ്റ് സർവീസുകൾ പുനരാരംഭിച്ചു.
ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, വലിയ ബുദ്ധിമുട്ടിലായിരുന്നു പലയിടത്തും യാത്രക്കാർ. എന്ന് ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനി സമയമെടുക്കുമെന്നാണ്. അശ്വതി, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തുടരുന്ന ദുരിതത്തിന് ഒരു പരിധിവരെ മാത്രമേ പരിഹാരമായിട്ടുള്ളൂ എന്ന് പറയാം. കാരണം ഇന്നും ചില വിമാന സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന് റദ്ദ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ കണ്ണൂരിൽ നിന്നായാലും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്നായാലും അത് സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്, യാത്രക്കാരെ ബാധിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് റദ്ദ് ചെയ്യുന്നതിനൊപ്പം തന്നെ കൊച്ചിയിലെ 2 സർവീസുകൾ രാവിലെ റദ്ദാക്കിയിട്ടുണ്ട്. ദമാമിലേക്കും മസ്കറ്റിലേക്കുമുള്ള സർവീസുകൾ റദ്ദ് ചെയ്തിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് 5 സർവീസുകൾ ഇത് ബാധിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെയും സമരം പിൻവലിച്ചുവെങ്കിൽ കൂടിയും പൂർണ്ണ തോതിലേക്ക് ജീവനക്കാരെ വിന്യസിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ യാത്രക്കാർക്ക് ഇത്രയധികം വൈഷമ്യങ്ങൾ നേരിടുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. വരും മണിക്കൂറുകളെങ്കിലും അത് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലെ യാത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ ദമാം മസ്കറ്റ് യാത്രക്കാർ ഇവരെ നേരത്തെ തന്നെ സർവീസ് അറിയിച്ചിരുന്നു. ഇവരെ സർവീസുകളെ ബാധിക്കുമെന്ന് അറിയിച്ചിരുന്നുകൊണ്ട് യാത്രക്കാരും വിമാനത്താവളത്തിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഷേധമോ ബഹളമോ ഒന്നും ഇവിടെ ഉണ്ടായില്ല എന്നത് തന്നെയാണ്. അതേസമയം തന്നെ ഇനിയുള്ള സർവീസുകൾ ഷെഡ്യൂൾഡ് എന്ന് കാണിക്കുമ്പോൾ പോലും അതിൽ ജീവനക്കാരെ പൂർണ്ണമായിട്ട് തന്നെ വിന്യസിച്ചുകൊണ്ട് അത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നത് വരും മണിക്കൂറുകൾ അറിയാൻ കഴിയുന്നൊരു കാര്യം മാത്രമാണ്. എന്തായാലും സമരം പിൻവലിച്ചുവെങ്കിലും ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു അനിശ്ചിതത്വം ഈ തൊട്ടടുത്ത ദിവസവും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. ഈ ദിവസത്തോടുകൂടി അത് പൂർണ്ണമായും പരിഹരിക്കപ്പെടും എന്നാണ് കമ്പനി നൽകുന്നൊരു വാഗ്ദാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രക്കാർക്ക് നൽകിയത് ടിക്കറ്റുകൾ അത് പുനഃക്രമീകരിച്ചു നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ ദിവസങ്ങളിലെ യാത്രക്കാർക്ക് ഈ ദിവസങ്ങളിലേക്കൊക്കെ എല്ലാമാണ് അത് ആ രീതിയിലേക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര മുടങ്ങിയവർക്ക് വരും ദിവസങ്ങളിൽ ടിക്കറ്റുകൾ നൽകി അവർക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിലരൊക്കെ മാത്രമാണ് റീഫണ്ട് എന്ന കാര്യത്തോടൊപ്പം അപേക്ഷിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ നിന്ന് തിരിച്ച പണം കിട്ടുക എന്നതൊരു വലിയ പ്രോസസ്സാണെന്നാണ് പലരും തന്നെ യാത്രക്കാർ പറയുന്നത്. അതുകൊണ്ട് ടിക്കറ്റുകൾ പുനഃക്രമീകരിച്ച് നൽകിയതിന്റെ ഭാഗമാവുകയാണ് പലരും ചെയ്തിട്ടുള്ളത്. അവർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ പോകാൻ കഴിയുന്ന ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 2 ദിവസങ്ങളിലായി തുടങ്ങിയ ഒരു അനിശ്ചിതത്വം ദുരിതങ്ങളും എല്ലാം തന്നെ സമരം പിൻവലിച്ചിട്ടും തൊട്ടടുത്ത ദിവസവും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. വരും സമയങ്ങളിൽ അതിന് തക്കതായ നടപടികൾ ഉണ്ടാകും. യാത്ര സാധാരണ രീതിയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഡാനി, മറ്റൊരു പൊതുജനങ്ങളെ കാര്യമായി ബാധിക്കുന്ന മറ്റൊരു സമരം BPCLലെ സമരമാണ്. ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് എറണാകുളം അമ്പലമുകൾ BPCL പ്ലാന്റിലെ ലോറി ഡ്രൈവർമാർ നടത്തുന്ന സമരം ഇന്ന് 2ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. 7 ജില്ലകളിലെ പാചകവാതക വിതരണമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈ മർദ്ദിച്ച CITU കയറ്റിറക്ക് തൊഴിലാളികൾക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ഡാനി, ഇതിൽ എന്ത് പുരോഗതിയാണുള്ളത്? അവരുടെ ആവശ്യം പരിഗണിക്കാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? അശ്വതി, ഈ സംഭവത്തിലും ഒരു ആശ്വാസകരമായ ഒരു വാർത്തയിലേക്ക് അടുക്കുകയാണ്. കാരണം സമരം പിൻവലിക്കാനാണ് ഒരു സാധ്യത. രാവിലെ അവരുടെ ആദ്യഘട്ട ചർച്ചകളെല്ലാം മാനേജ്മെന്റുമായിട്ട് പൂർത്തീകരിച്ചു. അത് സമരം പിൻവലിക്കാനുള്ള ഒരു ധാരണയിലേക്ക് തൊഴിലാളികൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രകാരം ഇപ്പോൾ കൊടകരയിൽ വെച്ചുണ്ടായ സംഭവത്തിൽ ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. അതിനെ തുടർന്നുള്ള ഒരു പ്രതിഷേധത്തെ തുടർന്നാണ് 200ഓളം വരുന്ന ഡ്രൈവർമാർ പണിമുടക്കുകയും തുടർന്ന് മധ്യ കേരളത്തിലും ഒപ്പം തന്നെ സമീപ ജില്ലകളിലെയും അടക്കം പാചകവാതക വിതരണം പ്രതിസന്ധിയിലാവുകയും ചെയ്തു. അവർ ഉയർത്തിയ പ്രധാനപ്പെട്ട ആവശ്യം ഈ CITU തൊഴിലാളികളാണ് മർദ്ദിച്ചത്, അവർക്കെതിരായ നടപടികൾ കർശനമാക്കുക, ഒപ്പം തന്നെയും അവരെ ആ ഒരു ഗോഡൌണിൽ കയറ്റിറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അവിടെ നിന്ന് അവരെ ഒഴിവാക്കണമെന്നെല്ലാം, ഈ മർദ്ദിച്ച തൊഴിലാളികളെ ഒഴിവാക്കണമെന്നെല്ലാമാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ആ ഗോഡൌൺ ഉടമയുമായിട്ട് സംസാരിച്ചു. അത് ഇനിയുള്ള തൊഴിൽ ദിനങ്ങൾ അവർക്ക് ഈ മർദ്ദനത്തിന് ഉത്തരവാദികളായവർക്ക് ഇവർ പരാതി പറഞ്ഞവർക്ക് നൽകരുത് എന്ന രീതിയിലേക്ക് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അത്തരം കാര്യങ്ങളിൽ ധാരണയായെന്ന് അറിയുന്നു. ഒപ്പം തന്നെയും ഇവർക്ക് നൽകിയ പരാതിയിൽ ആ പരാതിയിലുള്ള നടപടികൾ ഉറപ്പാക്കും വരെ ഇതിനുവേണ്ടിയുള്ളൊരു സമ്മർദ്ദം മുന്നോട്ട് കൊണ്ടുപോകും തൊഴിലാളികൾ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കും മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്, യൂണിയൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേസുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ പോലീസ് നടപടി ഇയാൾക്കെതിരെ ഉറപ്പാക്കുമെന്നാണ് മാനേജ്മെന്റ് നൽകിയിരിക്കുന്ന ഒരു
ഇവരോട് പറഞ്ഞിരിക്കുന്ന ഒരു ധാരണ. അതുകൊണ്ട് ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷം ഇവർ അടുത്ത ഷിഫ്റ്റുകളിൽ ജോലിക്ക് കയറുമെന്നാണ് ഇപ്പോൾ അവരുമായി ബന്ധപ്പെടുമ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. വരും മണിക്കൂറിൽ അതിനൊരു പൂർണ്ണ സ്ഥിരീകരണം ഉണ്ടാകും. സമരം പിൻവലിക്കാൻ തന്നെയാണ് ഇപ്പോഴുള്ള ഒരു ധാരണ പ്രകാരം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. അതാണ് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ BPCL സമരം അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ 7 ജില്ലകളിലെ ആ പ്രതിസന്ധി, പാചകവാതക വിതരണം പ്രതിസന്ധിയിലായിരിക്കുന്നത് മാറും. ആ പ്രതീക്ഷയോടെ തന്നെയാണ് പോകുന്നത്. അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ദേശീയ വാർത്തകളിലേക്ക് പോകുമ്പോൾ മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാകും ഉത്തരവിറക്കുക. അതിനിടെ കെജ്രിവാളിനെതിരെ ED സത്യവാങ്മൂലം സമർപ്പിച്ചു. ER രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ER, ഈ വിഷയത്തിൽ കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ വിധി ഇന്ന് വരികയാണ്. പറയുകയാണെങ്കിൽ തന്നെ അതിൽ ഉപാധികൾ വരാൻ സാധ്യതയില്ലേ? എന്തിനാണ് സാധ്യത? അശ്വതി, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ദിനമാണ്. കാരണം കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയാണ് കോടതി പരിഗണിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇടക്കാല ജാമ്യം പരിഗണിക്കാമെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയത്. അത്തരമൊരു സൂചന കോടതി നൽകുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ED ഇന്നലെ ഒരു സത്യവാങ്മൂലം, പുതിയ സത്യവാങ്മൂലം കോടതി മുമ്പാകെ സമർപ്പിച്ചത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് മൗലികമോ അല്ലെങ്കിൽ ഭരണഘടനാപരമായ അവകാശമല്ല എന്നാണ് ED ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, അരവിന്ദ് കെജ്രിവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ മത്സരിക്കുന്നില്ല. അങ്ങനെ ഒരാൾക്ക് ജാമ്യം, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ ജാമ്യം അനുവദിക്കരുത് എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ ED ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അത് തെറ്റായ കീഴ്വഴക്കമാണ്. അങ്ങനെ വരുമ്പോൾ മറ്റു പൗരന്മാർക്കും അത്തരത്തിൽ ജാമ്യത്തിന് അർഹതയുണ്ട്, മൗലികാവകാശ ലംഘനമായി മാറും അത് എന്ന് ED ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയെ പൂർണ്ണമായി എതിർക്കുകയാണ് ED ഈ ഘട്ടത്തിലും ചെയ്യുന്നത്. നേരത്തെയും ED സമാനമായി ഈ വാദത്തിനിടയിലും അത്തരമൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അതായത് ജാമ്യം നൽകരുത്, പ്രത്യേകിച്ച് അന്വേഷണമായ ഒരു ഘട്ടത്തിലും സഹകരിക്കാത്ത വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതി അത്തരമൊരു പരാമർശമല്ല, അത് സ്ഥിരം കുറ്റവാളിയല്ല, കേജ്രിവാൾ മുഖ്യമന്ത്രിയാണെന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് കോടതി എന്തു പറയുന്നു എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും ഇന്ന് ഉത്തരവ് വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. 50ാമത്തെ കേസായാണ് ലിസ്റ്റ് ചെയ്തത്. അങ്ങനെയെങ്കിൽ രാവിലെ ഒരു ഉത്തരവുണ്ടാകില്ല, ഉച്ചയോട് കൂടിയായിരിക്കും ഇക്കാര്യത്തിൽ ഉത്തരവുണ്ടാവുക. അങ്ങനെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഉപാധികളോട് കൂടിയായിരിക്കും ജാമ്യമായിരിക്കും കോടതി അനുവദിക്കുക. പ്രത്യേകിച്ച് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നതാണ്. അപ്പോൾ ചില നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത്തരമൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുണ്ടാവും. അങ്ങനെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിന് പ്രചാരണത്തിലിറങ്ങാൻ സാധിക്കും. കാരണം 25-ാം തീയതിയാണ് ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അശ്വതി, അതാണ് മറ്റൊരു വാർത്ത. ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ്. ഈ പ്രതിസന്ധി തുടരുന്നതിനിടെ ദുഷ്യന്ത് ചൌട്ടാലയുടെ JJPയിൽ ഭിന്നതയുണ്ട് എന്നറിയുന്നു. പാർട്ടിയുടെ 3 MLAമാർ മനോഹർലാൽ ഖട്ടറുമായി കൂടിക്കാഴ്ച നടത്തിയല്ലോ. എന്താണ് ഈ ഭിന്നതയ്ക്ക് കാരണം? വിവരങ്ങൾ. അശ്വതി, ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ്. പ്രത്യേകിച്ച് സർക്കാരിന് ഇപ്പോഴും ഭൂരിപക്ഷമില്ലാതെ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. നേരത്തെ തന്നെ മനോഹർലാൽ ഖട്ടർ വ്യക്തമാക്കിയതാണ് കോൺഗ്രസിലെയും JJPയുടെയും ചില MLAമാർ BJPക്കൊപ്പം ചേരാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അത് സ്ഥിരീകരിക്കുന്ന കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നിരിക്കുന്നു. കാരണം 3 JJP MLAമാരാണ് ഇപ്പോൾ പാനിപ്പത്തിൽ വെച്ച് മനോഹർലാൽ ഖട്ടറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് JJP ഇത്തരത്തിൽ ഫ്ലോർ ടെസ്റ്റ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെയാണ് ഗവർണർക്ക് കത്ത് നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഏതായാലും പാർട്ടിയിലെ 3 MLAമാർ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. തീർച്ചയായും 10 MLAമാരാണ് JJPക്ക് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും JJPയെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കം ഈ MLAമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. മാത്രമല്ല, പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകുന്നെന്ന സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം 2018-ലാണ് INLD പിളർന്നുകൊണ്ട് JJP എന്ന് പറയുന്നൊരു പാർട്ടി ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 3ഓ 4ഓ പേർ ഇത്തരത്തിൽ BJPയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അത് 5-ൽ കൂടുതലാകുകയാണെങ്കിൽ ഒരുപക്ഷെ പാർട്ടി തന്നെ ദുഷ്യന്ത് ചൌത്താലയ്ക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൂടി ഇടവെച്ചേക്കും. ഏതായാലും ഇവരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ദുഷ്യന്ത് ചൌത്താലയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഈ 3 MLAമാർ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പരസ്യമായി രംഗത്ത് വരികയാണെങ്കിൽ സർക്കാരിന് ഏതായാലും നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും. കാരണം നിലവിൽ 43 പേരുടെ പിന്തുണയാണ് അവിടെയുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 45 പേരുടെ പിന്തുണയാണ്. അപ്പോൾ 3 MLAമാർ JJPയിൽ നിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ അവർ രാജിവെക്കാൻ തയ്യാറായാൽ പോലും സർക്കാർ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 4ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം നാളെ അവസാനിക്കും. 96 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് മെയ് 13 നടക്കും. 1710 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 10 സംസ്ഥാനങ്ങളിലേക്കാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, തെലങ്കാന, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര, യൂസഫ് പഠാൻ, കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി തുടങ്ങിയവർ 4ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ഇടവേള. Join India's അൺഎയ്ഡഡ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 26,071. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 19,425. വിജയശതമാനം 74.51. സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 274. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 270. വിജയശതമാനം 98.54. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 39,242. കഴിഞ്ഞ വർഷം അത് 33,815 കഴിഞ്ഞ വർഷം 33,815 ഈ വർഷം 5,427 എണ്ണം കൂടുതൽ. 5,427 എണ്ണം കൂടുതൽ. എഴുതിയോ? ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 1,494. ആൺകുട്ടികൾ 1,121. പെൺകുട്ടികൾ 373. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,040. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദന ദാസിന്റെ ഓർമ്മകൾക്ക് 1 വയസ്സ്. വന്ദനയുടെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാനാകാതെ കഴിയുകയാണ് അച്ഛൻ മോഹൻദാസും അമ്മ വസന്തകുമാരിയും. മകളുടെ മരണത്തിൽ ഇപ്പോഴും നീതി തേടിയുള്ള പോരാട്ടത്തിലാണ് ഈ അച്ഛനും അമ്മയും. ഒരു വർഷത്തെ തീരാവേദന ഈ കണ്ണുനീരിലുണ്ട്. അത് ഈ ജന്മം തോരില്ലെന്ന് ഈ അച്ഛൻ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷം എങ്ങനെ തള്ളി നീക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം വരാത്ത, വിശപ്പില്ലാത്ത, മാനസികമായിട്ട് സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷമല്ല, അത് ആയുസ് മുഴുവനും അനുഭവിക്കാനുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഞാനും എൻ്റെ വൈഫും എൻ്റെ കുടുംബാംഗങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് സമാനമായ ഒരു പോംവഴിയും നമ്മളോട് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആരെന്ത് പറഞ്ഞാലും നമുക്കത് മറക്കാനോ സഹിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല. മറ്റാർക്കും വിശ്വസിക്കാനാകാത്ത അനുഭവത്തിലൂടെയാണ് ഈ അച്ഛന്റെയും അമ്മയുടെയും യാത്ര. വന്ദനമോൾ എപ്പോഴും കൂടെയുണ്ട്. കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ആയുസ്സുള്ള കാലത്തോളം പൊന്നുമോൾക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുമെന്ന് ഈ മനുഷ്യൻ പറയുന്നു. നീതി ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് എപ്പോഴും വിശ്വാസമുണ്ട്.
അതിൽ വിശ്വസിക്കുകയും നീതി ലഭിക്കുകയും അല്പം ദിവസം താമസിച്ചാൽ ലഭിക്കുകയും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ആയുസ്സും ആരോഗ്യമുള്ളത്തോളം കാലം ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും. അത് ഞങ്ങൾ അതിനുള്ള പ്രതിവിധിയായിട്ട് അതിനുള്ള ഉത്തരം കണ്ടെത്തും. ഇതിലൊക്കെ എന്തൊക്കെ നിഗൂഢതകളൊക്കെ ഉണ്ടോ അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഡോക്ടർ വന്ദനയുടെ സ്വപ്നം പോലെ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകാനുള്ള ഒരു കേന്ദ്രം ഒരുക്കുന്ന തിരക്കിലാണ് അച്ഛനും അമ്മയും. തൃക്കുന്നപ്പുഴയിലെ കടലോരത്ത് വസന്തകുമാരിയുടെ സ്ഥലത്ത് ഡോക്ടർമാരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ വൈകാതെ ഈ ക്ലിനിക്ക് യാഥാർത്ഥ്യമാകും. നീതി കിട്ടിയില്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരു അച്ഛനും അമ്മയുമാണ് പട്ടാളമുക്കിലെ ഈ വീട്ടിനുള്ളിൽ കഴിഞ്ഞ 1 വർഷമായി നീറിക്കഴിയുന്നത്. സംസ്ഥാന സർക്കാർ ഒന്ന് മനസ്സ് വെച്ചാൽ ഇവർക്ക് അല്പം ആശ്വാസം ലഭിക്കും. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം ആശുപത്രി സംരക്ഷണ നിയമം കൊണ്ടുവന്നെങ്കിലും പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നത് പലയിടത്തും യാഥാർത്ഥ്യമായിട്ടില്ല. ഇപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ആ സമയത്ത് ഏറ്റവും അധികം ചർച്ചയായതും അതുതന്നെയായിരുന്നു. ഡോക്ടർ വന്ദനാദാസ് അത്രയും ആളുകളുടെ അല്ലെങ്കിൽ മുന്നിൽ കൊല്ലപ്പെടുമ്പോഴും ആരും തടയാനുണ്ടായിരുന്നില്ല എന്നുള്ളത്, അവിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ചയായപ്പോഴും ആശുപത്രി സംരക്ഷണ നിയമം ഡോക്ടർമാർ വലിയ പ്രതിഷേധം നടത്തുകയും അതിനുശേഷം ഇത്തരത്തിലൊരു നിയമത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചപ്പോഴുമൊക്കെ ഇപ്പോഴും അത് നന്നായി നടക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയം തന്നെയാണ്. ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലായെങ്കിലും പോലീസ് എയ്ഡ് പോസ്റ്റ് പല ആശുപത്രികളിലും ഇപ്പോഴും ഇല്ല. വളരെ പ്രായം ചെന്ന സെക്യൂരിറ്റി ജീവനക്കാരെ മാത്രമാണ് അവിടെ സുരക്ഷയ്ക്കായി നിയമിച്ചിട്ടുള്ളത്. പലപ്പോഴും പല അക്രമങ്ങളും അതിനുശേഷവും വന്ദനാദാസിൻ്റെ കൊലപാതകത്തിന് ശേഷവും ആശുപത്രിയിൽ അക്രമങ്ങൾ നടന്നെങ്കിലും ഇപ്പോഴും അത് ഫലപ്രദമായി പോലീസ് എയ്ഡ് പോസ്റ്റ് നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. വിനോദ്, ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് അന്ന് വലിയ ചർച്ചയായ വിഷയമാണ്. എല്ലാ ആശുപത്രികളിലും ഇത്തരത്തിലുള്ള സുരക്ഷ വേണമെന്ന കാര്യം. പക്ഷേ ഇപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗൗരവമുള്ള വിഷയമല്ലേ വിനോദ്? അശ്വതി, വന്ദനാദാസിന്റെ ഈ കൊലപാതകത്തിന് ശേഷം നിയമം കൊണ്ടുവന്നു. ആശുപത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമമാണ് വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ കൊണ്ടുവന്നത്. നമ്മൾ ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടനകളുമായി സംസാരിക്കുമ്പോൾ IMA ആകട്ടെ, KGMO ആകട്ടെ, KGO ആകട്ടെ, അങ്ങനെ ഈ ആരോഗ്യരംഗത്തുള്ള സംഘടനകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, മുൻപ് ഉണ്ടായിരുന്ന സ്ഥിതിയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. അതായത് തുടരെ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരുമൊക്കെയും ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഡോക്ടർമാർക്ക് നേരെയുള്ള അതിക്രമമുണ്ടായിരുന്നു. ആ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അതിന് ഈ നിയമം വന്നത് സഹായകമായി. മാത്രവുമല്ല, ജനങ്ങളിൽ ബോധവൽക്കരണമുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങൾ കുറഞ്ഞു. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെട്ടിരുന്നത് പ്രധാനപ്പെട്ട ആശുപത്രികളിലെങ്കിലും പോലീസ് എയ്ഡ് പോസ്റ്റ്, മറ്റിടങ്ങളിൽ പോലീസിന്റെ ഒരു സാന്നിധ്യം കൃത്യമായെങ്കിലും അവരുടെ പോലീസ് പട്രോൾ നടക്കുമ്പോൾ ആശുപത്രികൾ വഴിയെങ്കിലും പോലീസ് വാഹനങ്ങൾ വന്നു പോകണം. പ്രധാനമായും തിരക്കുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ സെൻസിറ്റീവായിട്ടുള്ള ഏരിയകൾ, അവിടെയൊക്കെ പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് എന്ന ആവശ്യമാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ പോകുമ്പോൾ അവിടെ പോലീസിന്റെ സാന്നിധ്യമില്ല. ഇങ്ങനെയുള്ള എയ്ഡ് പോസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അത് ഒരു വലിയ ആവശ്യമായിരുന്നു. പക്ഷേ സർക്കാർ ഇതുവരെ അക്കാര്യത്തിൽ ഒരു താല്പര്യമോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു സുരക്ഷാ സംവിധാനമോ ഏർപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ജനറൽ ആശുപത്രിയിലും ഫോർട്ട് ആശുപത്രിയിലുമൊക്കെയും, അത് നഗരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലാണ്, രാത്രി മദ്യപിച്ച് പിടികൂടുന്നവരെയൊക്കെ നഗരത്തിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുന്ന ആശുപത്രികളാണ് ജനറൽ ആശുപത്രിയും ഫോർട്ട് ആശുപത്രിയും ഒക്കെയും. വലിയ ഒരുപാട് കേസുകൾ നഗരത്തിൽ അക്രമങ്ങൾ നടക്കുമ്പോൾ അവിടെ ആ പിടിയിലാകുന്ന പ്രതികളെയൊക്കെ രാത്രി സമയത്തൊക്കെ കൊണ്ടുവരുന്ന ആശുപത്രികളാണ്. പക്ഷെ അവിടെ ഇപ്പോഴും കൃത്യമായി പോലീസിന്റെ ഒരു നിരീക്ഷണമോ പോലീസിന്റെ എയ്ഡ് പോസ്റ്റോ ഇല്ല. മാത്രവുമല്ല, ഇപ്പോൾ നമ്മൾ റൂറൽ മേഖലയിൽ പോയാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പാറശാല, നെയ്യാറ്റിൻകര ആശുപത്രികൾ, അവിടെയും ഈ നിലയ്ക്ക് തന്നെയാണ്. രാത്രി കാലങ്ങളിൽ ഈ മദ്യപിച്ചോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ പിടികൂടുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ട്
പിടിച്ചുകൊണ്ടുവരുന്ന പ്രതികൾ അവരെയെല്ലാം വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്ന ആശുപത്രികളാണ്. പക്ഷേ അവിടങ്ങളിലൊന്നും തന്നെ ഈ തരത്തിലുള്ള ഒരു വെയിറ്റ് പോസ്റ്റ് സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്കുള്ള പരാതി ഇപ്പോഴും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ട്. മറ്റൊന്ന് ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതികളാണ്. ഇത്തരം കേസുകളുടെ വിചാരണയ്ക്ക് വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ കൊണ്ടുവരുമെന്ന ഒരു ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള നടപടികളും നടക്കുന്നേ ഉള്ളൂ. ഇതുവരെ ആ നിലയ്ക്കുള്ള സംവിധാനങ്ങൾ വന്നിട്ടില്ല. എങ്കിൽ തന്നെയും പഴയ നിലയിൽ നിന്ന് മാറ്റമുണ്ടെന്ന് ഡോക്ടർമാരുടെ സംഘടനയും മറ്റ് ജീവനക്കാരുടെ സംഘടനകളും പറയുന്നു. പക്ഷേ ഇപ്പോഴും ഈ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ ഈ സ്കാനിംഗ് കുറച്ച് മാസങ്ങൾ കഴിയും എന്ന അതായത് സീനിയോറിറ്റി അനുസരിച്ച് മാത്രമേ സ്കാനിംഗ് നടത്തൂ എന്ന് പറഞ്ഞ ജീവനക്കാരിയെ അവിടെ എത്തിയ ചികിത്സയ്ക്കെത്തിയ ആൾ മുഖത്തടിച്ച് വീഴ്ത്തുന്ന നിലയുണ്ടായിരുന്നു. ആ തരത്തിൽ ഏറ്റവും ഒടുവിലാണ് ദിവസങ്ങൾക്ക് മുൻപാണ് ആ സംഭവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. ആ നിലയ്ക്ക് ഇപ്പോഴും ആശുപത്രിയിൽ ഡോക്ടർമാർക്കോ ജീവനക്കാർക്കോ എതിരെ നടക്കുന്ന അതിക്രമങ്ങളുണ്ട്. പക്ഷേ അതിന്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഇതുവരെ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. സുധി, അതാണ് വിനോദ് പറഞ്ഞതുപോലെ അക്രമ സംഭവങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വിനോദ്, ഈ വലിയ സമരങ്ങൾക്കൊടുവിലാണ് ഈ നിയമം വന്നതും ഇത്തരത്തിൽ എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ സർക്കാർ എത്തിയത്. അന്ന് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു. അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വർഷം വന്ദനാദാസ് കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നുള്ളത് യാഥാർത്ഥ്യമായില്ലെന്ന് പറയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അതിന് സർക്കാരുമായി ബന്ധപ്പെടാൻ ഈ ഡോക്ടർമാരുടെ സംഘടനകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരോഗ്യരംഗത്ത് നിൽക്കുന്നവരോ ശ്രമിക്കുന്നുണ്ടോ? അവരെന്തെങ്കിലും പുതിയൊരു നീക്കം നടത്തുന്നുണ്ടോ ഈ വിഷയത്തിൽ? അവർ പറയുന്നത് ഈ നിയമം വന്നു, നിയമത്തിന് പിന്നാലെ കുറെ അധികം കാര്യങ്ങൾ നടന്നു. പക്ഷേ ലോങ് ടൈമിൽ ഈ കാര്യങ്ങൾ നടപ്പാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ രാത്രികാലങ്ങളിൽ ആശുപത്രികളിൽ നിൽക്കുന്നത് ഹൗസ് സർജൻസ് ആയിരിക്കും, PG ഡോക്ടർമാർ. അവർ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഡോക്ടർമാരായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. ആ സംഭവം വന്ദനയുടെ കൊലപാതകം നടന്ന സമയത്ത് തന്നെ ആരോഗ്യമന്ത്രിയുടെ ടങ് സ്ലിപ്പ് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചതല്ലാത്ത തരത്തിൽ വ്യാഖ്യാനിച്ചു എന്ന് പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞത് വന്ദനാദാസിന്റെ ഈ പരിചയക്കുറവ് ആ നിലയ്ക്കുള്ള ഒരു പരാമർശം ഉണ്ടായപ്പോൾ അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് പിന്നീട് ആരോഗ്യമന്ത്രി വിശദീകരിച്ചതാണ്. എങ്കിൽ തന്നെയും ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ അവിടെ നിൽക്കുന്നു എന്നതൊരു വസ്തുതയാണ്. അവരെ സംബന്ധിച്ച് കൃത്യമായ സംരക്ഷണം നൽകണം. പിന്നീട് തീരുമാനങ്ങളൊക്കെയും വന്നു. പോലീസിന്റെ DGP ഇറക്കിയ സർക്കുലർ ഉൾപ്പെടെയുണ്ട്, കോടതി നിരീക്ഷണങ്ങളുണ്ട്. ഈ പ്രതികളെ കൊണ്ടുവരുമ്പോൾ തൊട്ടടുത്ത് തന്നെ അക്രമാസക്തരാകുന്ന ആയി വരുന്ന ആളുകളാണെങ്കിൽ അതിനടുത്ത് തന്നെ പോലീസ് ഉണ്ടാകണം എന്നതടക്കമുള്ള നിർദ്ദേശം DGPയുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ പിന്നീട് ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് നിരന്തരം പോലീസിന്റെ സാന്നിധ്യമുള്ള ഒരു സംവിധാനം അത് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. കാരണം എപ്പോഴാണ് ഒരാൾ പെട്ടെന്ന് പ്രകോപിതനാകുന്നത് ഈ മെഡിക്കൽ ഉപകരണങ്ങൾ കൊണ്ട് തന്നെ വന്ദനയുടെ കാര്യത്തിലേക്ക് സംഭവിച്ചതുപോലെ അവിടെ ഉള്ള ചിലപ്പോൾ മൂർച്ചയുള്ള വസ്തുക്കൾ കൊണ്ട് തന്നെ ആക്രമിക്കുന്ന രീതി, അവർ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യുന്ന രീതി, പെട്ടെന്ന് പ്രകോപിതരായി ആരോഗ്യ പ്രവർത്തകരെ ഡോക്ടർമാരെ മർദ്ദിക്കുന്ന നില, ഇത് പല ഇടങ്ങളിലായി സംഭവിച്ചിട്ടുള്ളതാണ്. ജൂനിയർ ഡോക്ടർമാർക്കാണ് പ്രധാനമായും ഇതിന്റെ ഒരു ദുരനുഭവം ഏൽക്കേണ്ടി വരുന്നത്. അവിടെ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം തന്നെ ഇവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ആ സമയത്ത് തെരുവിലിറങ്ങുകയും വലിയ സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ വേഗത്തിൽ സർക്കാർ ആ നിയമം കൊണ്ടുവന്നത്. ഈ സർക്കാർ ഗവർണർ തർക്കമുണ്ടായപ്പോൾ പോലും ആ നിയമം വരുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. കാരണം ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ ഡോക്ടർമാരുടെ ജീവന് ഏറ്റവും വലിയ വില നൽകണം എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ നിയമം വരികയും നടപ്പാവുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഈ ഡോക്ടർമാർ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത് അവർ ജോലി ചെയ്യുന്ന പരിസരത്ത് സുരക്ഷിതത്വ ബോധം അവർക്ക് അനുഭവപ്പെടണം. അതിന് ആ പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് ഉണ്ടാകണം. പക്ഷേ ഇന്നലെ രാത്രി കൂടി ഈ ഒരു വർഷം തികയാണ്. കഴിഞ്ഞ ദിവസം രാത്രി കൂടി നഗരത്തിലെ ആശുപത്രികളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ പോലീസിന്റെ കാര്യമായ ഒരു അവരുടെ ഒരു സംരക്ഷണമോ അല്ലെങ്കിൽ സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരോ അവിടെ ഇല്ല എന്നത് തന്നെയാണ്. ഈ അക്രമം നടന്നാൽ അത്തരത്തിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് വേണം, അവിടെ അത് തടയപ്പെടണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് നടക്കാതിരിക്കാൻ ഈ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ലഹരി ഉപയോഗിച്ച് പിടിക്കുന്ന ആളുകൾ ഒരു വലിയ മാനസികാവസ്ഥയിലായിരിക്കും. നമുക്കത് നിയന്ത്രിക്കാൻ സാധാരണ ആളുകൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പോലീസ് പ്രൊട്ടക്ഷനോടെ ആയിരിക്കുമല്ലോ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അതിൽ എത്ര പോലീസുകാർ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിർദ്ദേശം പോലീസിന് നൽകിയിട്ടില്ല ഈ വന്ദനദാസ് കൊല്ലപ്പെട്ട അതിനുശേഷം?
അതിലാണ് DGPയുടെ സർക്കുലർ പുറത്തു വന്നത്. അതായത് ഈ അക്രമാസക്തരായ പ്രതികളെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഡോക്ടറുടെയും ഈ പറയുന്ന പ്രതിയുടെയും തൊട്ടടുത്ത് തന്നെ പോലീസുകാരുടെ സാന്നിധ്യമുണ്ടാകണം. അവർ മാറി നിൽക്കാൻ പാടില്ല. ഒരു അക്രമം ഈ ഡോക്ടർക്ക് നേരെ ഉണ്ടാകാത്ത തരത്തിലുള്ള സുരക്ഷ ഒരുക്കാൻ പോലീസ് ബാധ്യസ്ഥമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസിന്റെ തലപ്പത്ത് നിന്ന് തന്നെയുള്ള നിർദ്ദേശം വന്നത്. ഇതെല്ലാം തന്നെ സ്വാഗതം ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴും ഉള്ള പ്രശ്നം പെട്ടെന്ന് പ്രകോപിതനായി ആശുപത്രിയിൽ ഒരു ബഹളമുണ്ടാകുക. അതാണ് ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം. സ്കാനിംഗ് അവിടെ സീനിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചാണ് സ്കാനിങ്ങിന് അവസരം നൽകുന്നത്. അപ്പോൾ ചില മാസങ്ങൾ തന്നെ മാറിപ്പോകും. പക്ഷേ തനിക്ക് അത്രയും കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ആ ജീവനക്കാരിയെ രോഗി മർദ്ദിക്കുകയായിരുന്നു. അത് ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് ഇപ്പോഴും ആക്രമിക്കപ്പെടുന്നുണ്ട്. വന്ദനയുടെ കൊലപാതകത്തിന് ശേഷവും പല ആശുപത്രികളിൽ അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. വനിതാ ഡോക്ടറെയും സഹപ്രവർത്തകനെയും ഉൾപ്പെടെ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് പലയിടങ്ങളിലായി വീണ്ടും ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഡോക്ടർമാരുടെ സംഘടന ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഈ അക്രമ സംഭവങ്ങളിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ കണക്കിൽ വലിയ തോതിൽ അക്രമ സംഭവം ഉണ്ടാകുന്നില്ല. ഒന്ന് അത് ഈ നിയമം വന്നതുകൊണ്ട് തന്നെയാണ്. മറ്റൊന്ന് ബോധവൽക്കരണമുണ്ട്. ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കുന്നു. ആ നിലയ്ക്ക് ഉള്ള നടപടികളുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ലോങ് ടൈം ഒരു സൊല്യൂഷൻ പരിഹാരം എന്നത് കൃത്യമായി പോലീസിന്റെ സാന്നിധ്യം ആശുപത്രികൾ, അത് പ്രത്യേകിച്ച് ഈ തരത്തിൽ കൂടുതൽ പ്രതികൾ രാത്രികളിൽ എത്തുന്ന ആശുപത്രികളുണ്ട്. മദ്യപിച്ചും അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിൽ തല്ലുണ്ടാക്കിയും ഒക്കെയും വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഈ ഗുണ്ടാസംഘങ്ങൾ ഏറ്റുമുട്ടുന്ന ഇടങ്ങൾ, ആശുപത്രിയിൽ കയറി ഗുണ്ടാസംഘങ്ങൾ മറ്റൊരു ഗുണ്ടാസംഘത്തെ ആക്രമിക്കുന്ന നിലയിൽ ഈ പ്രതികാര നടപടിയുമായി ആളുകൾ വന്ന് മർദ്ദിക്കുന്ന അങ്ങനെ പലവിധ അക്രമങ്ങൾക്ക് ഇടമാകുന്ന സ്ഥലമാണ് ചില ആശുപത്രികൾ. ആ ആശുപത്രികളിലെങ്കിലും സ്ഥിരമായി എയ്ഡ് പോസ്റ്റ് എന്ന ആവശ്യം. പക്ഷേ അതിൽ കാര്യമായ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. വി വിനോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട് 1 വർഷം പൂർത്തിയാകുമ്പോഴും സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ജീവനക്കാർ. വന്ദനയുടെ ഓർമ്മദിനത്തിൽ മൌനജാഥയും പുഷ്പാർച്ചനയും പ്രാർത്ഥനയുമായി ജീവനക്കാർ ഒത്തുകൂടുകയാണ്. വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2013 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർക്ക് കരിപുരണ്ട ഒരു ദിവസമാണ്. ഏകദേശം 1 വർഷം തികയുന്നു ഡോക്ടർ വന്ദനദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയിട്ട്. കുയപ്പള്ളി സ്റ്റേഷനിൽ നിന്നും വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്ന സന്ദീപ് എന്ന അക്രമി ആശുപത്രിക്കുള്ളിൽ വെച്ച് അക്രമം അഴിച്ചുവിടുകയും ഡോക്ടർ വന്ദനദാസിനെ ചവിട്ടി നിലത്തിട്ടതിന് ശേഷം കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ ഇവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ഡോക്ടർക്ക് പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്ത കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നമ്മളുള്ളത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ്. ഈ താലൂക്ക് ആശുപത്രിക്കുള്ളിൽ വെച്ചാണ് ഡോക്ടർ വന്ദനദാസിനെ അക്രമി കുത്തി കൊലപ്പെടുത്തിയത്. ഇപ്പോൾ നമുക്ക് കാണാം, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ വന്ദനദാസിന്റെ ഒരു ഛായാചിത്രവും ഇവിടെ വെച്ചിട്ടുണ്ട്. 1 വർഷം തികയുമ്പോൾ ഡോക്ടർ വന്ദനദാസ് മരണപ്പെട്ട് 1 വർഷം തികയുമ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സ്മൃതി സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഇന്നിവിടെ പ്ലാൻ ചെയ്യുന്നത്. കുയപ്പള്ളി സ്റ്റേഷനിൽ നിന്നും വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചതായിരുന്നു സന്ദീപിനെ. സന്ദീപിന്റെ മുറിവ് തുന്നലിടുമ്പോൾ തന്നെ സന്ദീപ് അക്രമാസക്തനാവുകയും ഈ വന്ദനദാസിനെ ചവിട്ടി നിലത്തിടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന ജീവനക്കാർ പ്രാണരക്ഷാർത്ഥം വിവിധ ഭാഗങ്ങളിലേക്ക് ഓടി മാറിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയ, അതായത് ഈ അക്രമിയുടെ മുന്നിൽ ഒറ്റയ്ക്ക് നിന്നുപോയ ഡോക്ടർ വന്ദനദാസിനെ ഈ അക്രമി സർജിക്കൽ കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ വർഷം തന്നെ പുറത്തു വന്നത്. ഇതിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും നാടും നാട്ടുകാരും എല്ലാം. നമുക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം കൗൺസിലർ ഫൈസൽ ബഷീർ നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് ചോദിച്ചറിയാം. അതായത് നമുക്കൊരു തീരെ വിഷമം ഉളവാക്കുന്ന ഒരു കാര്യമാണ് കൊട്ടാരക്കര ഇതുപോലൊരു സംഭവം ഉണ്ടായത്. കാരണം 1 വർഷം ഇന്നും കൂടെ ആകുമ്പോൾ 1 വർഷം പിന്നിടുകയാണ്. അപ്പം അന്നത്തെ ആ ഒരു സുരക്ഷാ വീഴ്ചയും അതുപോലുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളും എല്ലാം കൂടെ കാരണമാണ് ഇതിനൊരു സംഭവം ഉണ്ടാവാനൊരു കാരണമായത്. നമുക്കെല്ലാം വലിയ രീതിയിലുള്ള കളങ്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അന്നുള്ള സെക്യൂരിറ്റി സംവിധാനവും അതുപോലെ തന്നെ പോലീസ് സംവിധാനവും എല്ലാം ഫലപ്രദമായി ഇടപെടാത്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റൽ അന്ന് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ വന്ദനദാസ് ഇവിടെ ട്രെയിനിയായിട്ട് വന്നതാണ്. വന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഡ്യൂട്ടിയിൽ ഉള്ള സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. തികച്ചും വളരെ വിഷമമുളവാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സംഭവം. ഇന്നത്തെ പരിപാടികളൊക്കെ
ഇന്നത്തെ പരിപാടിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയാണ് വരുന്നത്. പിന്നെ നഗരസഭാ ചെയർമാൻ്റെ ഓഫീസിലാണ് യോഗം കൂടുന്നത്. ബാക്കിയുള്ള HMC മെമ്പർമാരും എല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ടാണ് യോഗം 8:30-ക്കാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യം എങ്ങനെയാണ്? ആവശ്യം എന്ന് പറഞ്ഞാൽ പരമാവധി ശിക്ഷ, അയാൾക്ക് പരമാവധി ശിക്ഷ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. പൊതുജനങ്ങളുടെ ആയാലും എല്ലാവരുടെയും ആവശ്യമായാലും അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ അവന് ലഭിക്കുക എന്നുള്ളതാണ്. ആ നരാധവനെ പരമാവധി ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഏതാണ് നിയമത്തിന്റെ ഭാഗത്തു നിന്ന് വരേണ്ടത് പരമാവധി ശിക്ഷ, ആ ശിക്ഷ അയാൾക്ക് ലഭിക്കണമെന്നുള്ള അഭിപ്രായമാണ് പൊതുജനങ്ങളും പൊതുസമൂഹത്തിനും എല്ലാവർക്കും ഉള്ളത്. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP MM ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു ഈ കേസ് അന്വേഷിച്ചത്. അതിവേഗം കേസ് അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഈ കേസിന്റെ ആദ്യഘട്ടം എന്നോണം കൊട്ടാരക്കര കോടതിയിലായിരുന്നു. തുടർന്ന് കൊല്ലം സെഷൻസിലേക്ക് ഇതിന്റെ വിചാരണ നടക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹൈക്കോടതിയിലടക്കം ഈ സന്ദീപിന്റെ ജാമ്യം തള്ളിയ ഒരു ഉണ്ടായതുകൊണ്ട് സന്ദീപിന്റെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് BA ആളൂരാണ്. എന്ത് തന്നെയായാലും ഏകദേശം 126 പരം സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസ് ഇപ്പോൾ മുന്നോട്ട് തന്നെ പോകുന്നത്. ഈ പരമാവധി ശിക്ഷ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. കണ്ണൂർ പാനൂരിൽ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. 2022 പ്രണയപ്പകയെ തുടർന്ന് മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ മണിക്കൂറുകൾക്കകം തന്നെ പിടികൂടിയിരുന്നു. കേസിൽ ആകെ 73 സാക്ഷികളാണ് ഉള്ളത്. പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച കേസിൽ പ്രതികളായ 7 പേരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രാഥമിക കുറ്റപത്രം നൽകിയതായി CBI ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കുറ്റപത്രത്തിന്റെ പകർപ്പ് പ്രതികളുടെ അഭിഭാഷകർക്ക് നൽകാൻ CBIക്ക് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. മലപ്പുറം തേഞ്ഞിപ്പലം പോക്സോ കേസിൽ അപ്പീൽ ആവശ്യവുമായി കുടുംബം. പ്രതികളെ വെറുതെ വിട്ട ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കണം എന്നാണ് ആവശ്യം. അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് ആരോപണം. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ പിന്നെ അതിന് വേണ്ട എല്ലാ ഇതും ഒരുക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എങ്ങനെ നീതി കിട്ടാനാ? കുട്ടീനെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടും പിന്നെ എന്തൊക്കെ കൊടുത്തുങ്ങാണ്ടാക്കിയിട്ടൊക്കെ ആണ് എൻ്റെ മോള് എന്നോട് ഒരു കാര്യങ്ങളും പറയാതിരുന്നുണ്ടായിന്. പിന്നെ മോള് ഫഹ്മലിനോടാണ് കല്യാണം ഉറപ്പിച്ചതിന്. ഫഹ്മലിനോടാണ് എൻ്റെ മോൾ എല്ലാ കഥകളും തുറന്ന് പറയുന്നത്. തുറന്ന് പറയുമ്പോഴത്തേനും നേരം വൈകി ഫഹ്മൽ അതെന്താക്കി അത് എന്നോട് വിളിച്ച് പറയുമ്പോൾ ഞാൻ അറിയുന്നത് ഈ 2021 അപ്പോഴാണ് ഈ കേസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നേരം വൈകിയത്. എൻ്റെ മോൾ അതുവരെ മറ്റൊരു ഭീഷണിപ്പെടുത്തിയ കാരണം കൊണ്ട് എന്നോട് പറഞ്ഞില്ല. MS അനീഷ് കുമാർ ചേർന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, എന്തായാലും ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തും ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? കേസിലെ പ്രതികളായ 4 പേരെയും കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും കേസ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചയുണ്ട് എന്ന് ആരോപിച്ച് ഇരയുടെ അമ്മ തന്നെ രംഗത്തെത്തിയത്. ഈ കേസിന്റെ നടപടികൾ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലും കുടുംബവുമായി ഒരു തരത്തിലുമുള്ള ആശയവിനിമയം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. വിസ്താര നടപടികൾ നടന്നപ്പോൾ പോലും അതിനുള്ള സഹായമടക്കമുള്ള കാര്യങ്ങൾ നൽകിയില്ല എന്നും പറയുന്നു. ഒപ്പം ഈ വിധി പ്രസ്താവം ഉണ്ടായ ശേഷവും പ്രോസിക്യൂഷനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടും നടന്നില്ല. അതുകൊണ്ട് കൃത്യമായി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും കേസ് നടത്തിപ്പിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. സർക്കാർ അടിയന്തരമായി അപ്പീൽ നൽകണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരും കൃത്യമായ ഒരു അലംഭാവം കേസിൽ പ്രകടിപ്പിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കായി എത്തിയപ്പോൾ യൂണിഫോമിലെത്തിയ ഉദ്യോഗസ്ഥർ ഇരയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും കേസ് ഡയറിയിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. ഒപ്പം അമ്മയും മകളും തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ പോലെയാണ് പെരുമാറിയിരുന്നത്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടും അമ്മയോട് ഈ പീഡന വിവരം പെൺകുട്ടി പറയാതിരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു മൊഴിയിൽ വിശ്വാസ്യത ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ഖണ്ഡിക്കുകയാണ് കുടുംബം. എന്തായാലും സർക്കാരിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടൻ സമീപിക്കാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റ് നിയമവഴികൾ തേടുന്നതിനുള്ള ആലോചനകളും ഉണ്ട്. അനീഷ്, മറ്റൊരു വാർത്ത, ഈ അരളിപ്പൂ നിരോധിച്ചുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഇന്നിറങ്ങുകയാണല്ലോ. എന്തായാലും അരളിപ്പൂ പൂർണ്ണമായും ഒഴിവാക്കുകയാണോ അതോ ഭക്തരുടെ കൈകളിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികളാണോ സ്വീകരിക്കുന്നത്? ഈ അരളിപ്പൂവിനൊരു പൂർണ്ണ നിരോധനം എന്ന രീതിയിലേക്ക് ക്ഷേത്രങ്ങളിൽ നീങ്ങുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തിരുവിതാംകൂർ
ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിരുന്നു. പൂജയ്ക്കായി ഈ പൂക്കൾ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല, മറിച്ച് നിവേദ്യത്തിലും പ്രസാദത്തിലുമൊക്കെ ഇടുന്നതിൽ അല്ലെങ്കിൽ ഭക്തരുടെ കൈകളിലേക്ക് ഈ പൂക്കൾ എത്തുന്നതിനുള്ള ഒരു വിലക്കാണ് വരുന്നത്. എന്തായാലും അതിന്റെ ചുവട് പിടിച്ച് തന്നെയാണ് മലബാർ ദേവസ്വം ബോർഡും ഇന്നലെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്ന് ഇത് സംബന്ധിച്ച സർക്കുലർ ഇറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലെ യുവതിയുടെ മരണത്തിനിടയാക്കിയത് ഈ അരളിപ്പൂവിൽ ഉണ്ടായ വിഷാംശം തന്നെയാണ് എന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് വളരെ വ്യാപകമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് ഒരു പശു ഈ അരളിപ്പൂ കഴിച്ച് ചാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഈ ദേവസ്വം ബോർഡുകളും ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തത്. നമുക്കറിയാം, ക്ഷേത്രങ്ങളിലെ പൂജാ കാര്യങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പൂ തന്നെയായിരുന്നു അരളിപ്പൂവ്. കേരളം പൂജ നടത്തുന്നതിനപ്പുറം നിവേദ്യത്തിലും പ്രസാദത്തിലുമൊക്കെ ഈ പൂക്കൾ ഇട്ടാണ് ഭക്തർക്ക് നൽകിയിരുന്നത്. എന്തായാലും വിഷാംശമുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്ന അടിസ്ഥാനത്തിൽ ഭക്തരുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ഭക്തർ ഈ ഭക്ഷിക്കുന്ന തരത്തിലേക്കുള്ള പ്രസാദങ്ങളിൽ നിന്നും അരളിപ്പൂവിന്റെ സാന്നിധ്യം പൂർണ്ണമായി ഒഴിവാക്കാൻ തന്നെയാണ് തീരുമാനം. ഈ പൂജയ്ക്ക് മറ്റ് പൂവുകൾ, ഈ തുളസി പോലുള്ള റോസ് പോലുള്ള മറ്റ് പുഷ്പങ്ങൾ എത്തിക്കണമെന്നൊരു അഭ്യർത്ഥനയും ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഒരു പൂർണ്ണമായ വിലക്കില്ലെങ്കിൽ പോലും ഈ പൂജാ കാര്യങ്ങളിൽ അടക്കമുള്ളവയിൽ അരളിപ്പൂവിന്റെ സാന്നിധ്യം കുറയ്ക്കുക തന്നെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ശരി അനീഷ്. കെഎസ്ആർടിസി ബസ് ഡ്രൈവർ മേയർ തർക്കത്തിൽ കെഎസ്ആർടിസി കണ്ടക്ടർ സുബിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിലാണ് തമ്പാനൂർ പോലീസ് സുബിനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ ഡ്രൈവർ യദു ഈ സുബിനെതിരെ പരാതി പറഞ്ഞിരുന്നു. സുബിൻ എല്ലാ കാര്യങ്ങളും മേയറുമായൊക്കെ സംസാരിച്ചു എന്ന രീതിയിൽ, പാർട്ടിക്കാരനാണെന്ന രീതിയിലൊക്കെയുള്ള മൊഴി യദുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നീടാണ് ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലേക്കും അന്വേഷണത്തിലേക്കുമൊക്കെ പോലീസ് കടന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സുബിനെ ചോദ്യം ചെയ്യുന്നത്. തമ്പാനൂർ പോലീസാണ് സുബിനെ ചോദ്യം ചെയ്യുന്നത്. അന്ന് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറാണ് സുബിൻ. വി വിനോദ് ചേരുന്ന വിവരങ്ങളുമായി. വിനോദ്, ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ? നേരത്തെ തന്നെ സുബിനിൽ നിന്ന് മൊഴിയെടുത്തിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും തമ്പാനൂർ പോലീസ്, അതായത് മെമ്മറി കാർഡ് നഷ്ടമായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത് തമ്പാനൂർ പോലീസാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് സുബിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. സുബിന് വന്ന ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള അന്വേഷണവും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു താല്പര്യം മുൻനിർത്തിയുള്ള തരത്തിലല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യാനുള്ള തീരുമാനം KSRTC ജീവനക്കാർ, അതായത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ദിവസം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ അടക്കമുള്ള ആളുകൾ, KSRTC ഡിപ്പോയിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ, അതോടൊപ്പം തന്നെ പുറത്ത് പോലീസിന്റെ ക്യാമറയുണ്ട്, മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ക്യാമറകൾ, ഇതെല്ലാം തന്നെ പരിശോധിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ പ്രതിയെ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ മോഷണം പോയിട്ടുണ്ട് എന്ന തരത്തിലുള്ള നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലം, പൂർണ്ണമായ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ മെമ്മറി കാർഡ് നഷ്ടമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, പക്ഷേ ഇപ്പോൾ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മെമ്മറി കാർഡ് നഷ്ടമായി എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ ബസ്സിൽ അന്ന് മേയറുടെ വാഹനവും KSRTC വാഹനവും തമ്മിലുണ്ടായ തർക്കവും ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന പരാതി, മേയറാണ് തന്നോട് മോശമായി പെരുമാറിയതെന്ന ഡ്രൈവറുടെ പരാതി. ആ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറാണ് സുബിൻ. സുബിനെതിരെ യദു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. സച്ചിൻ ദേവ് ബസ്സിൽ കയറുമ്പോൾ സുബിൻ എണീറ്റ് മാറി അവിടെ ഇരുന്നു കൊള്ളാൻ ആവശ്യപ്പെട്ടു. സഖാവെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തു. ആ സമയം തന്നെ റഹീം MP സുബിൻ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടങ്ങി ആ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ യദുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായിരുന്നാലും സുബിനെ ഒരിക്കൽ കൂടി വിശദമായി ചോദ്യം ചെയ്യുക. വിനോദ്, ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് യദു പറഞ്ഞതിൽ സുബിന് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ സുബിനാണ് ഇതിന് പിന്നിലെന്നൊരു സംശയവും യദു പ്രകടിപ്പിച്ചിരുന്നോ? അങ്ങനെ ഒരു സംശയം യദു പ്രകടിപ്പിച്ചിരുന്നു. യദു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞത് പാർട്ടിക്കാരനാണ്, അതായത് CPM അനുഭാവിയാണ്, DYFIക്കാരനാണ് കണ്ടക്ടർ. അതുകൊണ്ട് തന്നെ റഹീമുമായി ബന്ധമുണ്ട്. ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ റഹീമുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. സച്ചിൻ ദേവ് ബസ്സിൽ കയറുമ്പോൾ ഇരുന്ന സീറ്റിൽ നിന്ന് മാറി അവിടെ സച്ചിൻ ദേവിന് ഇരിപ്പിടം ഒരുക്കി തുടങ്ങിയ കാര്യങ്ങളാണ് യദു പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും നേരത്തെ തന്നെ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് അത് യദുവിനെയും
കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത് ആ ബസ്സിനടുത്ത് പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കണ്ടക്ടറെ നേരത്തെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തതാണ്. ഇന്ന് പുലർച്ചെയാണ് വീണ്ടും പോലീസ് കസ്റ്റഡിയിലാകുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ഉച്ചയോടുകൂടി ഒരു വ്യക്തത വരുമെന്ന വിവരമാണ് നമുക്ക് ഉദ്യോഗസ്ഥർ നൽകുന്നത്. അശ്വിനി, ശരി, വിനോദാണ് വിവരങ്ങൾ നൽകി. എന്തായാലും KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ ആ സമയത്ത് KSRTC ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ സുബിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടാണ് സുബിനെ ചോദ്യം ചെയ്യുന്നത്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യക്കകത്തും പുറത്തുമായി കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാന കണ്ണി അബ്ദുൾ റോഷൻ റിമാൻഡിൽ. മടിക്കേരിയിൽ നിന്നാണ് കർണാടക സ്വദേശി അബ്ദുൾ റോഷൻ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത്. 40,000 സിം കാർഡുകൾ, 150 മൊബൈൽ ഫോണുകൾ, ബയോമെട്രിക് സ്കാനറുകൾ എന്നിവയും ഇയാളിൽ നിന്നും കണ്ടെത്തി. തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള റാക്കറ്റിലെ ഒരു മുക്കിക്കണ്ണിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ വർഷം മാർച്ച് മാസം 1-ാം തീയതി വേങ്ങര സ്വദേശിയായ ഒരാളുടെ പരാതിയിൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ക്രൈം 214/2024 ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഓൺലൈൻ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിന്റെ ഷെയർ മാർക്കറ്റിന്റെ സൈറ്റിന്റെ ലിങ്ക് കണ്ടു. അതിൽ അദ്ദേഹം കയറി 2-3 ആഴ്ച അദ്ദേഹം വാച്ച് ചെയ്തു. 1,08,00,000 രൂപ നിക്ഷേപിക്കുകയായിരുന്നു. കൃത്യമായി ചതിക്കപ്പെട്ടു. കേസ് അന്വേഷണം നടത്തി അതിലൊരു പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര്. ഇപ്പോൾ അയാള് കർണാടക മടിക്കേരിയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. മടിക്കേരിയിൽ വെച്ചിട്ട് SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിന്റെ സഹായത്തോടുകൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. 40,000-ൽ പരം സിമ്മുകളുണ്ട്. 150-ൽ പരം മൊബൈൽ ഫോണുകളുണ്ട്. ഈ മൊബൈൽ ഫോണെല്ലാം ചൈന മെയ്ഡ് മൊബൈൽ ഫോൺസാണ്. IMEI അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ്. 6 ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി മറ്റു കാര്യങ്ങളുണ്ട്. സർക്കാർ അധിക സീറ്റ് അനുവദിച്ചിട്ടും മലപ്പുറത്ത് +1 സീറ്റ് ലഭിക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. VHSC ഒഴിച്ചു നിർത്തിയാലും നിലവിലെ സാഹചര്യത്തിൽ ഏറെ കുട്ടികൾക്ക് തുടർ പഠനത്തിന് ഇഷ്ടവിഷയത്തിന് സീറ്റ് ലഭിക്കാൻ സാധ്യത കുറവാണെന്നാണ് കണക്കുകൾ പറയുന്നത്. സർക്കാർ ഇടപെടൽ വീണ്ടും അനിവാര്യമാണ് മേഖലയിൽ. ഇക്കുറി SSLC ഫലം വന്നപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് മികച്ച നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 79,901 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 79,730 പേർക്കും തുടർ പഠനത്തിന് അർഹത ലഭിച്ചു. അതിൽ തന്നെ 11,974 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+. പക്ഷേ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ഇത്രയും കുട്ടികൾക്ക് പഠിക്കാനുള്ള +1 സീറ്റ് ജില്ലയിൽ ഉണ്ടോ എന്നുള്ളതാണ്. 10,650 അധിക സീറ്റുകൾ ഉൾപ്പെടെ ജില്ലയിൽ ഇപ്പോഴുള്ളത് 52,600 സീറ്റുകളാണ് ആകെ. ഈ ഒരു കണക്ക് നോക്കുമ്പോൾ തന്നെ 27,130 കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ലാത്ത ഒരു സാഹചര്യം. അതായത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സീറ്റുകൾ നോക്കിയാൽ 27,130 കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റുകളില്ല. അൺഎയ്ഡഡ് മേഖലയിൽ 11,300 സീറ്റുകളാണ് ആകെയുള്ളത്. അത് പണമടച്ച് പഠിക്കേണ്ടതാണ്. ഈ സീറ്റുകൾ എല്ലാം തന്നെ കൂട്ടിയാലും 15,830 കുട്ടികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ മലപ്പുറത്ത് +1 സീറ്റില്ലാത്ത സാഹചര്യമാണുള്ളത്. വലിയ ആശങ്കയാണ് ഇത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും നൽകുന്നത്. മലബാർ മേഖലയിലോട് ഗവൺമെന്റ് കാണിക്കുന്ന ചിറ്റമ്മ നയം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സത്യത്തിൽ കെടുകാര്യസ്ഥതയുടെ ഒരു മൂർത്തിമൽ ഭാവമാണ് സത്യത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തെക്കൻ ജില്ലകളിലെ ഒരുപാട് സ്കൂളുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 10, 15, 20 കുട്ടികളുള്ള ക്ലാസ് റൂമുകളുണ്ട്. എന്നാൽ അതേസമയം ഇന്നിപ്പോൾ ഞാൻ പറയുമ്പോൾ ഗേൾസ് ഹൈസ്കൂളിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം കിട്ടിയ 2 അഡീഷണൽ ബാച്ചിന് ക്ലാസ് റൂം ഉണ്ടാക്കാൻ ഞങ്ങൾ പെടാപ്പാട് പെടുകയാണ്. കാരണം 65 കുട്ടികളാണ് ഓരോ ക്ലാസ്സിലുള്ളത്. 65 കുട്ടികളെ ഒരു ക്ലാസ്സിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പഠന നിലവാരം പല പഠനങ്ങളും പ്രത്യേകിച്ച് പറയുന്നത് 50 കുട്ടികൾ കൂടുതൽ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ പഠന നിലവാരം വല്ലാണ്ട് ബാധിക്കുന്നില്ല. പഠന റിപ്പോർട്ടുകൾ എത്രയോ ഗവൺമെന്റ് മുമ്പിലുണ്ട്. ഗവൺമെന്റ് അധ്യാപകരാണ്, ഗവൺമെന്റ് കൊടുക്കുന്ന ശമ്പളമാണ്. ആ അധ്യാപകരെ ഇങ്ങോട്ട് മാറ്റാനോ അല്ലെങ്കിൽ ആ സ്കൂളുകളിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്കൂളുകളും മലബാർ ഏരിയയുമായിട്ടൊന്ന് താരതമ്യം ചെയ്തിട്ട് അതിനുവേണ്ട നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല. അത് വലിയ വിഷമമാണ്, വലിയ സങ്കടകരമാണ്. അതുപോലെ തന്നെ മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾക്കും ആശങ്കയുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം +1 ലഭിക്കുമോ എന്നുള്ളത്.
പലരും അത് പങ്കുവെക്കുകയും ചെയ്തു. ഞങ്ങളെ സ്കൂളിൽ തന്നെ ഒരുപാട് സന്തോഷത്തോടെയാണ് 92 കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ട്. എല്ലാവർക്കും അറിയാം +1 സീറ്റ് ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്കൂള്, അതുപോലെ ഇഷ്ടപ്പെടുന്ന സ്കൂളായാലും സയൻസ് ആണെങ്കിൽ സയൻസ്, കൊമേഴ്സ് ആണെങ്കിൽ ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ പഠിക്കാൻ കിട്ടുമെന്ന് എല്ലാവർക്കും ഭയങ്കര ആശങ്ക ഉണ്ട്. എന്താണെങ്കിലും മലപ്പുറത്തെ ഈ വിജയത്തിൽ മലപ്പുറത്തെ അഭിനന്ദിക്കുന്നവർ മലപ്പുറത്തെ കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള അവസരം കൂടി നൽകണമെന്നാണ് പരക്കെ ഉയരുന്ന ആവശ്യം. ബാച്ചുകൾ അധികം അനുവദിക്കുകയും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം അത് 65-ലും 50-ലേക്കും 40-ലേക്കും ഒക്കെ കുറയ്ക്കണമെന്ന ആവശ്യവുമാണ് ഉയരുന്നത്. വിജയശതമാനം കൂടുമ്പോൾ അതിന് തക്ക രീതിയിൽ +1 സീറ്റിന്റെ എണ്ണവും ബാച്ചുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരക്കെ ഉയരുന്നുണ്ട്. ഏറെ വൈകാതെ വിദ്യാർത്ഥി സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതിഷേധവും തുടങ്ങാനിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. BPCL LPG ട്രക്ക് ഡ്രൈവർമാരുടെ സമരം പിൻവലിച്ചിരിക്കുന്നു. കമ്പനി മാനേജ്മെന്റ്, കരാറുകാരും തൊഴിലാളി നേതാക്കളും തമ്മിലുള്ള ചർച്ചയിലാണ് ധാരണയായത്. ഡ്രൈവറെ മർദ്ദിച്ച കയറ്റിറക്ക തൊഴിലാളിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. ഇന്നു മുതൽ ഡ്രൈവർമാർ ജോലിക്ക് കയറുമെന്നാണ്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ആശ്വാസകരമായ വാർത്ത. 7 ജില്ലകളിൽ വലിയ പ്രതിസന്ധിയുണ്ടായിരുന്നു പാചകവാതകവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ അത് മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ ഉടൻ? തീർച്ചയായും. കാരണം സമരം പിൻവലിച്ചിരിക്കുന്നു. ഇന്നു മുതൽ തന്നെ ഇത് പഴയ രീതിയിലേക്ക് മാറും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം 140ഓളം ലോഡുകളാണ് ഇവിടെ കൊച്ചി അമ്പലമുകൾ BPCL കേന്ദ്രീകരിച്ച് പോകുന്നത്. ഇന്നുകൂടി സമരം അത് തുടരുകയാണെങ്കിൽ അത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 7 ജില്ലകളെ ഇത് ബാധിച്ചിരുന്നു. അത് തുടരുകയാണെങ്കിൽ ആ സമരം പ്രതികൂലമാകുമായിരുന്നു. എന്നാലും ഇന്ന് രാവിലെ മാനേജ്മെന്റും അതോടൊപ്പം തന്നെ കരാറുകാരുടെ കീഴിലാണ് ഇവർ വരുന്നത്. അവരും ഈ തൊഴിലാളി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായിരിക്കുന്നത്. പ്രധാനമായും തന്നെ ഇന്നലെ മർദ്ദിച്ച സീറ്റ് യൂണിയനിൽപ്പെട്ട തൊഴിലാളി, അയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ അതുമായി മുന്നോട്ട് പോവുക, അതിന് ഇവിടെ നിന്നുള്ള ഒരു പിന്തുണയുണ്ടാകും. മാനേജ്മെന്റ് അടക്കം ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ ലോഡുമായി പോകുന്ന തൊഴിലാളികൾക്ക് ഓരോ ഏജൻസികളിലും എത്തുമ്പോൾ അവർക്ക് ന്യായമായ രീതിയിലുള്ള ഒരു സംരക്ഷണം നൽകുക എന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ഉറപ്പ് നൽകിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുതൽ ഈ ഇവിടെ നിരത്തിയിട്ടിരിക്കുന്ന ഈ വാഹനങ്ങൾ നമുക്ക് കാണാം. ലോഡുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് തടസ്സപ്പെട്ടിരുന്നു. അപ്പോൾ അത് പഴയ രീതിയിലേക്ക് വരും. അവർക്ക് ഇനി മുതൽ വിതരണ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. നമുക്കൊപ്പം തൊഴിലാളി യൂണിയൻ നേതാക്കൾ കൂടി ചേരുന്നു. രാവിലെ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഒരു ധാരണയായത്. എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നലെ വിഷയം ഉണ്ടാക്കിയ തൊഴിലാളികൾ ആ സംഘടനയിൽ നിന്നും പുറത്താക്കി. പിന്നെ നമ്മൾക്ക് അവരുടെ പേരിലുള്ള കേസുകളുമായി മുന്നോട്ട് തന്നെ പോകുന്നു. പിന്നെ ആ സ്ഥാപനത്തിൽ ഇനി ആ തൊഴിലാളിയെ ഒരു കാരണവശാലും ആ കോമ്പൗണ്ടിനുള്ളിൽ കയറ്റില്ലെന്നുള്ള ഉറപ്പുമേലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ഇതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, ഏജൻസികളിലേക്ക് ലോഡുമായി പോകുന്ന ഡ്രൈവേഴ്സിനും ആ വണ്ടിക്കും ആ കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളില്ലാതെ അവരതിനെ സംരക്ഷണം തന്നുള്ള ഉറപ്പുമ്പിലാണ് നമ്മളിപ്പോൾ ഇത് പിൻവലിച്ചിരിക്കുന്നത്. ഇനി മുതൽ സാധാരണ രീതിയിലേക്ക് ആവും. അതിപ്പോ സാധാരണ രീതിയിലേക്ക് ഇന്നിപ്പോ രാവിലെ 6 മണിക്കാണ് തുടങ്ങേണ്ടിയിരുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം 10 മണിയോളമായി. അപ്പൊ ഇനി സാധാരണ രീതിയിൽ തന്നെ പോകും. ഇതുവരെയും പോലീസിന്റെ ഭാഗത്തൊരു നടപടി ഉണ്ടായോ? പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസ് എടുത്തിട്ടുണ്ട്. കൊരട്ടി പോലീസ് സ്റ്റേഷനിലാണ് ആ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും അവർ വിശദീകരിച്ചതുപോലെ അയാൾക്കെതിരെ ഒരു മർദ്ദനം അഴിച്ചുവിട്ട യൂണിയൻ പ്രവർത്തകനെതിരെ ഒരു നടപടി ഉണ്ടാവുന്നു. സിറ്റി യൂണിയൻ പ്രവർത്തകനെതിരെ കൊടകര പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരിക്കുന്നു. സമരം BPCL ഡ്രൈവർമാർ സമരം പിൻവലിച്ചിരിക്കുന്നു എന്നതാണ് ആശ്വാസകരമായ വാർത്ത. വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുമായിരുന്നു. എന്തായാലും അവർ സമരത്തിൽ നിന്ന് ഇപ്പോൾ നടത്തിയ ചർച്ചയെ തുടർന്ന്, ധാരണയെ തുടർന്ന് സമരം പിൻവലിച്ചിരിക്കുന്നു എന്നതാണ് അശ്വതി. ശരി ഡാനി. കൊല്ലം മെഡിട്രീന ആശുപത്രിയിൽ അമ്മ താരാട്ട് എന്ന പരിപാടി സംഘടിപ്പിച്ചു. ചീഫ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റൽ CEO രജിത് രാജൻ സ്വാഗതം പറഞ്ഞു. ഗൈനക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻമാരായ ഡോക്ടർ റെജീന, ഡോക്ടർ അപർണ രാജ്, പീഡിയാട്രിക് വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അലീന നൌഷാദ് എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ കുഞ്ഞുങ്ങൾക്ക് ബേബി കിറ്റുകൾ വിതരണം ചെയ്തു. അമ്മമാർ അവരുടെ അനുഭവങ്ങൾ ചടങ്ങിൽ പങ്കുവയ്ക്കുകയും കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുകയും ചെയ്തു. മീഡിയ ഹെഡ് റിയാസ് ബിൻ ഷറഫായിരുന്നു അവതാരകൻ.
വരുന്ന 10 മാസത്തിനുള്ളിൽ 17 പദ്ധതികളുടെ സമയബന്ധിത നിർമ്മാണ പൂർത്തീകരണം പ്രഖ്യാപിച്ച് പ്രമുഖ ബിൽഡറായ അസറ്റ് ഹോംസ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഈ സാമ്പത്തിക വർഷത്തിൽ 17 പദ്ധതികൾ നിർമ്മാണം പൂർത്തിയാക്കി ഉടമകൾക്ക് കൈമാറുമെന്ന് അസറ്റ് ഹോംസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സുനിൽകുമാർ വി അറിയിച്ചു. കൂടാതെ ഈ സാമ്പത്തിക വർഷം പുതുതായി 26 പദ്ധതികളുടെ നിർമ്മാണം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മൊത്തം 37.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണം വരുന്ന 3000 പാർപ്പിട യൂണിറ്റുകളാണ് നിർമ്മിക്കുക. കൂടാതെ തുടർച്ചയായി 4ാം വർഷവും അസറ്റ് ഹോംസ് നിലനിർത്തിയ ക്രിസലിന്റെ അംഗീകാരപത്രം ചടങ്ങിൽ കൈമാറി. ക്രിസൽ ബിസിനസ് ഹെഡ് ബിനൈസർ ജഹാനി, അസോസിയേറ്റ് ഡയറക്ടർ അബ്ബാസ് മാസ്റ്റർ എന്നിവർ ചേർന്ന് അസറ്റ് ഹൌസ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ കുമാറിനാണ് അംഗീകാരപത്രം കൈമാറിയത്. നിരവധി വാർത്തകളും വാർത്താ തുടർച്ചകളുമുള്ള ഒരു ദിവസമാണ്. സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.